മുരിങ്ങയില ആഴ്ചകളോളം അതുപോലെ തന്നെ കൊല്ലങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ നമുക്ക് ഒരുപാട് എവിടെന്നെങ്കിലും മുരിങ്ങയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊന്നും ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ എന്ത് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ നമുക്ക് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് വാടിപ്പോകും, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അളവിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുരിങ്ങയിലേൻ്റെ ബെനിഫിറ്റ്സൊക്കെ എല്ലാവർക്കും ഞാൻ പറയാണ്ട് തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മളെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്, അതുപോലെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിത് കർക്കിടക മാസത്തിൽ ആ ഒരു മാസം കഴിക്കാൻ പറ്റൂല, അതിൽ വിഷാംശം അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്സും കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർക്കിടകത്തിലും മുരിങ്ങയില ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ആഴ്ചയൊക്കെ എങ്ങനെ മുരിങ്ങയില നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ അളവിലൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ വാടിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ തണ്ടുകളാക്കിയിട്ട് അതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്യേണ്ട അത്രയും മുരിങ്ങയില ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെ തണ്ടിന്ന് മാറ്റിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതളുകളായിട്ട് മാത്രം അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഇതുപോലുള്ള ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഒരാവശ്യത്തിനൊക്കെ ഉള്ളത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മൂടി വെച്ചിട്ട് അത് സാധാരണ ഫ്രിഡ്ജിൽ നമുക്ക് ആഴ്ചകളോളം സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാടിപ്പോകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുരിങ്ങയില അതിൻ്റെ തണ്ടിന്ന് കുറച്ച് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു ആവശ്യത്തിനുള്ളത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയങ്ങളിൽ ഒരുപാട് അളവിൽ നമ്മൾ ചെയ്ത് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ടന്നെ വേർപെടുത്താണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ടും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെ അടർത്തി എടുക്കണമെന്നില്ല, അങ്ങനെയും ചെയ്തു വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ടിപ്സും ഞാൻ പറഞ്ഞത് നമുക്ക് ആഴ്ചകളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനിയിപ്പോൾ വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ടിപ്സ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പുഴു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഈർന്നിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഇലകളായിട്ട് ഓരോ ഇലകളായിട്ട് അടർത്തെടുക്കണമെന്നില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മുരിങ്ങയില ഇതാ ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ എന്ത് നമ്മളെ വീട്ടിൽ നിന്ന് മരത്തുനിന്ന് പറിക്കുന്നതാണെങ്കിൽ അതിലെന്തായാലും പുഴുക്കളോ അല്ലെങ്കിൽ വാടിയിലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മുരിങ്ങയില ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാനിൻ്റെ താഴെ ഇട്ടിട്ട് ഇതിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു അടുപ്പത്ത് വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ വെള്ളപ്പറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളിതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫാനിൻ്റെ താഴെ കഴിഞ്ഞാലും അങ്ങനെ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം ഉണങ്ങി കിട്ടും. അതിനുശേഷം മാത്രം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അത്ര വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മുരിങ്ങയില സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കർക്കിടക മാസത്തിലുള്ള ആ ഒരു മാസം മാത്രമാണ് നമുക്ക് മുരിങ്ങയിലയിൽ വിഷാംശം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇത് നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ബോട്ടിലങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കറികളിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിവസം 1 ടീസ്പൂൺ വീതം നമുക്ക് പച്ചക്കറികളിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല ചെയ്യുന്നത്, ഈ ഒരു മുരിങ്ങയില വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കഴുകിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ വീതം ഡെയിലി നമുക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്ക് പോലും ഇഷ്ടമല്ലെങ്കിലും കൂടിയും നമുക്ക് ഇത് ചോറിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലോ കറിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലോ അവരറിയ പോലും ഇല്ല. ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് മാറ്റിയതിന് ശേഷം വറ്റൽമുളകും കൂടിയും കുറച്ച് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്നും കരിഞ്ഞു പോകാണ്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മുളകൊക്കെ വറുക്കുന്നത് എത്ര എണ്ണം വേണോ അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതും മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എള്ളൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന്, അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ള് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ആ ഒരു മസാലക്കറിക്കൊക്കെ ആക്കുന്ന പോലെ ഒന്നും അങ്ങനെ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടകം തുടങ്ങാൻ അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ അത് കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ കർക്കിടകത്തിൽ നമുക്ക് ഇതുപോലെ മുരിങ്ങയില ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങേൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മാറിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയിലൊക്കെ ഒന്ന് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങയിലേൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബാക്കിയുള്ള ഉഴുന്നുപരിപ്പും മുള്ളും അതുപോലെ തേങ്ങയും വറ്റൽമുളകും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില നമ്മൾ കുറച്ചധികം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൽ കറിവേപ്പിലയും മുരിങ്ങയിലയും ഒക്കെ കൂടുമ്പോൾ വളരെ നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരിതരിപ്പായിട്ടോ അല്ലെങ്കിൽ മിനുസ വേണമെങ്കിൽ മിനുസായിട്ടും അങ്ങനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് തരിതരിപ്പായിട്ടോ പൊടിച്ചെടുക്കുന്നത്, അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരേൻ്റെ പൊടിയാണ്. അപ്പോൾ ഒരുപാടൊന്നും കൂടി പോകണ്ട, ഭയങ്കര മധുരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി പോകും. കുറച്ച് എരിവും മധുരവും ഒക്കെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ആ ഒരു നല്ല കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർക്കുന്നുണ്ട്. പുളിയും മധുരമൊന്നും കൂടി പോകണ്ട കേട്ടോ. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മിനുസായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ആഴ്ചയൊക്കെ നമുക്കിതിങ്ങനെ പുറത്ത് നിൽക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. 1 വർഷം വരെ ഒരുപാട് അളവിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഒരുപാട് അളവിൽ മുരിങ്ങയിലേക്ക് കിട്ടുന്നതാണെങ്കിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വലിയ ഭരണികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയില മാത്രമായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കറികളിലൊക്കെ ചേർത്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഇത് ചേർത്ത് കഴിക്കാം. അപ്പോൾ ആഴ്ചകളോളം അതുപോലെ വർഷങ്ങളോ ഒക്കെ മുരിങ്ങയില സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.